മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ 3 മണിക്കൂർ നീണ്ട ചർച്ചയും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും കെ സിയുടെ മുഖം വളരെ വിഷമത്തിലായിരുന്നു. സതീശൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. ഒരു നിർഗുണമായൊരവസ്ഥയിലായിരുന്നു സതീശനും ഉണ്ടായിരുന്നത്. പക്ഷേ സതീശന് അടപടലം ചീത്ത കേട്ടു രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിന്ന് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. എന്ത് സംഭവിക്കും? ഏതായാലും അവരിപ്പോൾ പറയുന്നത് 23 വരെ ദിവസം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ തിരക്കെന്നാണ്. ഇതിനെ സംബന്ധിച്ച് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അയാൾക്ക് ടെൻഷൻ ഉണ്ടാകും. കാരണം അയാൾ ഉദ്ദേശിച്ചത് ഇന്നലത്തോടൊരു തീരുമാനമായി നേരെ തിങ്കളാഴ്ച എങ്ങാനും വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ചിരുന്ന ആ പാവം. അപ്പം അതുകൊണ്ടൊരു നിരാശ വരുമല്ലോ. ഈ സതീശനെ സംബന്ധിച്ച് മുഖത്ത് പ്രത്യേകിച്ച് ഭാവമില്ലായിരിക്കാൻ കാരണം ഇനി എന്തും സഹിക്കാൻ തയ്യാറാകുക എന്ന് സ്വയം തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു പോയില്ലേ, എനിക്കിത് വേണമെന്ന്, ഇതില്ലെങ്കിൽ ഞാൻ ഇല്ല എന്നും പറഞ്ഞു. വേറെ മന്ത്രിസ്ഥാനത്തേക്കൊന്നും വരില്ല എന്നും പറഞ്ഞു. വെറുതെ ഒരു MLA ആയിട്ട് ഇരുന്നോളാം, വേണമെങ്കിൽ പറവൂരും ഒഴിഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞു. അത്ര പേരെയൊക്കെ അറ്റ കൈയൊക്കെ പറഞ്ഞിരിക്കുക. ഞാൻ അത് ഒഴിഞ്ഞൊക്കെ എല്ലാം എന്നെ ഒഴിവാക്കിത്താ പറയില്ല എന്ന് അവർക്കറിയാം. അയാൾക്കറിയാമല്ലോ MLA സ്ഥാനം രാജിവെക്കാനൊന്നും പറയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ പിന്നെ എന്തിനെ നേരിടാം, കണ്ടെടുത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ഇതിലാണ് അയാളുടെ മൂഡ്. കാരണം അയാളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. പക്ഷെ ഇപ്പോൾ ആകെ പിടിച്ചു നിൽക്കുന്നത് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരായണം എന്നുള്ളൊരു പോയിന്റിന്മേലാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അത് വരാൻ കാരണം ലീഗാണ്. ലീഗിനെ തന്നെ ഉദ്ദേശിക്കുന്നതല്ല PJ ജോസഫിനെ. അത് സ്വാഭാവികമായിട്ടും സതീശന് അനുകൂലമായിരിക്കില്ല. അതെ, അതാണ് അയാളുടെ കയ്യിലുള്ള ഒരു ധൈര്യം. അതാണ് ഇപ്പോഴും. അത് ഇന്നലത്തെ ഒരു മൂഡ് അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം പാണക്കാട് തങ്ങളുടെ അഭിപ്രായം അറിയണം എന്നുള്ളൊരു മൂഡ് വന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് വേണുഗോപാലിൻ്റെ മുഖം വല്ലാതെ മ്ലാനമായി തോന്നുന്നതിൻ്റെ കാര്യം. കാരണം ഈ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സതീശൻ വേണം എന്നുള്ള അഭിപ്രായം. ഈ ഒരു സാധ്യതയാണ് അവിടെ വരുന്നത്. ഇപ്പോൾ രമേശിനെ സംബന്ധിച്ചാണെങ്കിൽ രമേശ് ഒരു അത്യാവശ്യം കോംപ്രമൈസിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മത്സരം ഇവർ തമ്മിലായി. മെയിൻ മത്സരം തമ്മിലായി. എനിക്കൊരു ആഭ്യന്തരം കിട്ടിയാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതൊരു തമാശ കളിയാണ്, മിഠായി കാണിച്ച കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ. അടുത്ത പ്രാവശ്യം ഇവർ തിരിച്ചു വരുമെന്ന ഗ്യാരണ്ടി ഒന്നും ആർക്കില്ലല്ലോ. ഇതോടുകൂടി തന്നെ ജനത്തിന് മതിയായിട്ടുണ്ടാവും. അല്ല, ഇത് ആൾക്കാർ മറക്കും. സത്യപ്രതിജ്ഞ 2 ആഴ്ച കഴിഞ്ഞാൽ ഈ നാടകമൊന്നും പിന്നെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഒരു പെർഫോമൻസിനെയാണ് ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത്. പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഏതായാലും വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അത്തരത്തിലുള്ള പ്രതിഭാശാലികളായ ലീഡേഴ്സ് ഇവർക്ക് ഇല്ല. ഇപ്പോൾ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ, ഇപ്പോൾ വേണുഗോപാലിനും അത്ര വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആളൊന്നുമല്ല, സതീശനും ആയിരിക്കില്ല. ഇവരൊക്കെ ഏതെങ്കിലും ആളുകളുടെ ചമച്ചകളായി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് കിട്ടുമൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല. പക്ഷേ രമേശിനോട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രോമിസ് കൊടുത്തു എന്നാണ് അടുത്ത പ്രാവശ്യം ചെയ്യാന്നുള്ളത്. അപ്പോൾ രമേശിനെ സംബന്ധിച്ച് ഈ ഒരു അവസരം ഇല്ലെങ്കിൽ പിന്നെ എളുപ്പമല്ല എന്ന് രമേശിനറിയാം. കാരണം പിന്നെ ഇനി വരുന്ന സമയത്ത് പറയാൻ പോകുന്നത് ഏജ് ഫാക്ടറായിരിക്കും. പുതിയ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞൊരു വർത്തമാനം വരും. ആ സമയത്ത് കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അണിയറയിലെ കുപ്പായൊക്കെ തയ്ച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ മിക്കവാറും അന്ന് ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ അവർക്കൊരു സേ ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ പറ്റിയ ആൾക്കാരെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രമേശിൻ്റെ പേര് പറയാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അടുത്ത തവണ ആവാമെന്ന് പറയുന്നത് ഒരു പറ്റിക്കൽ പരിപാടിയാണ്. അത് രമേശിനറിയാം. അതുകൊണ്ടായിരിക്കാം രമേശ് ഒരു കോംപ്രമൈസിൽ തയ്യാറാവുന്നത്. ഹോം മിനിസ്റ്റർ കിട്ടുകയാണെങ്കിൽ നോക്കാം എന്നുള്ള മറ്റിൽ. പക്ഷെ അത് ഈ 2 പേരിലെ ഒരാളുടെ കീഴിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരിപ്പായിരിക്കില്ല, സീനിയോറിറ്റി വെച്ച് നോക്കി കഴിയുമ്പോൾ. ഇപ്പോൾ എന്തായാലും കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ലാഗടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ലാഗിങ് സിനിമയായിട്ട്, അതായത് ആദ്യത്തെ കഴിഞ്ഞു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് അടുപ്പിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയാണോ ഫണ്ട് കൊടുക്കുന്നത്, അതോ അദാനിയാണോ VD സതീശന് ഫണ്ട് കൊടുക്കുന്നത് എന്നുള്ള ഫ്ലെക്സുകൾ കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള VD സതീശൻ അനുകൂലികളുടെ ഫ്ലെക്സ് വരുന്നു. ഈ ഫ്ലെക്സുകളിലൊക്കെ കാർക്കിച്ച് തുപ്പുന്നു,
കരിയോയിൽ ഒഴിക്കുന്നു, സാറ് നേരത്തെ പറഞ്ഞതുപോലെ പാലഭിഷേകം ചെയ്യുന്നു. മിൽമയുടെ പാക്കറ്റ് അതും മിൽമയുടെ പാലെടുത്ത് പാലഭിഷേകം ചെയ്യുന്നു. ഇതൊക്കെ വളരെ കോമാളിത്തരങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് അവരുടെ ഉള്ളിൽ തന്നെ തീർക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സാഹചര്യം വരുമെന്ന് എന്തായാലും ഈ പറയുന്ന ഹൈക്കമാൻഡിന് ഉൾപ്പെടെ ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് കേരള ജനതയെ തള്ളിയിടുന്നത്? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് ആരോ പറഞ്ഞ ലോ കമാൻഡാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ മദാമൻ മക്കളും അല്ലേ. ഓക്കെ, അതായിക്കോട്ടെ. അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ പറ്റിയിട്ട് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ശരിയായ പൊളിറ്റിക്കൽ എന്താ പറയുക അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ട് സെനാരിയോ ക്ലൈമറ്റ് പൊളിറ്റിക്കൽ ഇതിനെ പറ്റി അവർക്ക് വല്ല അറിവുണ്ടോ? പക്ഷേ സാർ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ, കാരണം 10 വർഷമായിട്ട് ഇടതു ഭരണമായിരുന്നു. ഇത്തവണ വളരെ ക്രൂഷ്യൽ സ്റ്റേജിൽ അവർ മത്സരിക്കുകയായിരുന്നു. അപ്പോൾ നയിച്ചുകൊണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നത് സതീശനാണ്. അപ്പോൾ ഇനി പറയപ്പെടുന്നത് പോലെ KCയെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ KCയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം അതായത് ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നടക്കുന്ന കാര്യങ്ങൾ ഒരു ഹൈക്കമാൻഡ്, ഇനി അത് ലോ കമാൻഡ് ആയിക്കോട്ടെ, ആയിരുന്നാൽ പോലും ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ ഗിമ്മിക്ക് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ 23-ാം തീയതി വരെ സമയമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൃത്യമായിട്ട് ഈ ഒരു ഡാറ്റ എടുത്തു. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി അവരുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് ഒരാളെ അങ്ങോട്ട് നിയമിക്കുക എന്നുള്ളതാണ്, പേര് നിർദ്ദേശിക്കുക എന്നുള്ളതാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലാഗ് അടുപ്പിച്ച് കൊണ്ടുപോവുകയാണ്. വളരെ അതായത് ജനങ്ങൾക്ക് പോലും ഇതിലുള്ള ക്യൂരിയോസിറ്റി ഇല്ലാതെയാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത് ശരിയാണ്. പക്ഷെ അവരൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ KC വേണുഗോപാലിനെ അവർക്ക് ഒഴിവാക്കണമെന്ന് അവിടെ അവർക്ക് തീരുമാനമുണ്ട്. പക്ഷെ അതൊരു എന്തെന്നാ പറയുക, നമ്മൾ പറയാറില്ലേ, ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് എന്ന് പറയും. അപ്പം എന്നെ നിങ്ങൾ കഴുത്തി പിടിച്ച് തള്ളാം, പക്ഷെ അത് കഴുത്തി പിടിച്ച് ശരിക്ക് തള്ളണമെന്നില്ല. സാറ് കുറേ നേരമല്ലേ ഇവിടെ വന്നിട്ട് വീട്ടിൽ അവർ കാണാതെ വിഷമിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ വേഗം പോകും കേട്ടോ, അല്ലെങ്കിൽ മഴ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഞാനിവിടെ ഇരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതാണ് ഗ്രേസ്ഫുൾ എക്സിറ്റ്. അപ്പോൾ ഗ്രേസ്ഫുൾ എക്സിറ്റ് കൊടുക്കണമെങ്കിൽ ഇവർക്ക് ഈ വോട്ടനെയ്തുന്നവരെ അറിയില്ലായിരുന്നല്ലോ ഭരണം കിട്ടുമെന്നുള്ളത്. പക്ഷെ ഒരു സാധ്യത ഉണ്ടാവുമല്ലോ, കാരണം ഇത്രയും ജനങ്ങൾ പോലും വിലയിരുത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഒരു ഇതിലേക്ക് കേരളത്തിലെ ഇലക്ഷൻ പോവുകയും ചെയ്തതല്ലേ. ഈ രാജ്യത്തുടനീളം ശ്രദ്ധിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ഇത്തവണ കേരളത്തിൽ നടന്നിട്ടത്. കാരണം രണ്ടാമതും ഇടതുഭരണത്തിന് ശേഷം വീണ്ടും അവരൊരു ഇലക്ഷനെ ഫേസ് ചെയ്യാണ്. ഇനി കേരളത്തിലേക്ക് CPMൻ്റെ അവസ്ഥ, ഭരണം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള സാഹചര്യങ്ങൾ രാജ്യം ഒട്ടാകെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു എൻട്രി കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന് എന്തായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടതാണ്. ബംഗാൾ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇലക്ഷൻ ആയിരുന്നല്ലോ. ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഇലക്ഷനായിരുന്നു. പക്ഷെ ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, വോട്ടെണ്ണ ദിവസം 4-ാം തീയതി അല്ലേ? അതെ. അന്ന് രാവിലെ ഒരു 9 മണി വരെ ഉറപ്പുണ്ടായിരുന്നോ UDF വരുമെന്ന്? അല്ലെങ്കിൽ 8 മണി തുടങ്ങുന്ന 8 മണിക്കാണല്ലോ പോസ്റ്റൽ വോട്ട്. പോസ്റ്റൽ വോട്ട് പിന്നെ ആരും കണക്കാക്കാറില്ല. അത് കഴിഞ്ഞ് ശരിക്ക് EVM നോക്കാൻ തുടങ്ങുമ്പോൾ 9 മണിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് പോലും ആർക്കും ഒരു ഉറപ്പില്ലായിരുന്നു. കാരണം തലേ ദിവസം വരെ പിണറായി വിജയൻ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ എന്താ പറയുക തിങ്കേഴ്സോ മാസ്റ്റേഴ്സോ സെഫോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. ആരും അങ്ങനെ തറപ്പിച്ച് പറയാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം അത്രത്തോളം ഫ്ലൂയിഡ് സിറ്റുവേഷനായിരുന്നു. ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടായിട്ടില്ല. അത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം ഉറപ്പായിരുന്നു LDF വരാൻ പോകണമെന്നുള്ളത്. അതിനെ കോൺഗ്രസിനെ ആ നിലയ്ക്ക് ആക്കി കളഞ്ഞു, സോളാർ കേസൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് കേസിനെ അതിനു മുമ്പ് റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ അവസാനം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ ഭരണം കിട്ടിയപ്പോഴേ ചിന്തിക്കാൻ അവർക്കും സാധിക്കുന്നുള്ളൂ. ഓക്കെ, 4-ാം തീയതി ഭരണം കിട്ടി. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഉൾപ്പെടെയുള്ളവർ വരുന്നു. MLA-മാരെ എല്ലാം കാണുന്നു, അവരുടെ തീരുമാനങ്ങൾ ചോദിച്ചറിയുന്നു. ആ ലിസ്റ്റ് പോലും പുറത്തായി എന്നുള്ളതാണ്.
പിന്നീട് ഒരു പേജിൻ്റെ പകുതി. ഒരു പേജിൻ്റെ പകുതി. ആ. ദീപാദാസ് മുൻഷി പിന്നീട് എത്തുന്നു, ജോയിൻ ചെയ്യുന്നു, സംസാരങ്ങൾ നടക്കുന്നു. എന്നിട്ട് ഇന്നലെ നടന്ന ഈ 3 മണിക്കൂർ ചർച്ചയിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ കോൺഗ്രസ് എന്തിനാണ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്തിനാണ്? അതിൽ ഞാൻ ഇപ്പോൾ നമ്മൾ 3 പേരെ മാത്രം പറ്റി ഒന്ന് പറയാം. ഹൈക്കമാൻഡ് ആണെന്നാണല്ലോ പ്രജിത പറയുന്നത്, അല്ലെങ്കിൽ അവർ വലിയ നേതാക്കന്മാർ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. നേതാക്കന്മാരാണെന്നാണല്ലോ വെപ്പ്. ഈ മുകുൾ വാസ്നിക് ആരാ? രമേശ് ചെന്നിത്തല NSUവിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ വലിയ ഗതിയൊന്നും ഇല്ലാതെ നടന്ന ഒരാളെ പിടിച്ചിട്ട് ട്രഷററാക്കി NSUയുടെ. അയാളാണ് മുകുൾ വാസ്നിക്. പിന്നെ രമേശ് 12 സ്റ്റേറ്റിൻ്റെ മറ്റോ ചാർജുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് രാജീവ് ഗാന്ധിക്ക് പിന്നെ രാഷ്ട്രീയമൊന്നും അറിയില്ല, ആരെങ്കിലും പറഞ്ഞ അന്ന് അരുൺ സിംഗും അരുൺ നെഹ്റുവും ഒക്കെ പറഞ്ഞ അങ്ങനെ കുറേ ആൾക്കാരാണല്ലോ, ഫോട്ടോ താരം, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞാണ് ആ പുള്ളി കേൾക്കുള്ളൂ. ഇയാളെ പിടിച്ചിട്ട് ഇയാളുടെ മുകളിൽ പ്രസിഡൻ്റാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ മുകുൾ വാസ്നികിനെ. അത് കഴിഞ്ഞ് എവിടെ നിന്നോ മത്സരിച്ച് ജയിച്ചു വന്ന് കേന്ദ്രമന്ത്രിയുമായി. ക്യാബിനറ്റ് റാങ്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കാം. പിന്നെ അയാളെപ്പറ്റി നമ്മൾ കേൾക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കേൾക്കുന്ന നിരീക്ഷകനായിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയാം, ഞാൻ കേൾക്കാറില്ല. ഞാൻ കോൺഗ്രസിൻ്റെ സെൻട്രൽ പൊളിറ്റിക്സ് കുറച്ച് ഫോളോ ചെയ്യുന്ന ആൾ. ഇനി മറ്റേ ആളായിരുന്നു അജയ് മാക്കൻ. അജയ് മാക്കൻ അത്ര വലിയ ഒരു സ്റ്റാൾവാർട്ടൊന്നും അല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ആരാ പറയുക, ഇവിടുത്തെ ഒരു TJ വിനോദൊക്കെ പോലത്തെ ഒരാൾ, അത്രയേ ഉള്ളൂ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ സംഗതി മാറി. ഇപ്പം നമ്മളിപ്പോൾ സന്ദേശം ഫിലിമിലൊക്കെ നോർത്ത് ഇന്ത്യക്കാരനായിട്ട് ഇന്നസെൻറ്റിനെ കൊണ്ടുവന്ന് എങ്ങനെ ഒരു ഗാന്ധി തൊപ്പി വെച്ചു, എന്നിട്ട് മലയാളം അറിയില്ല, ഹിന്ദി പറയുന്നു, അപ്പോൾ നോർത്ത് ഇന്ത്യൻ നേതാവായിക്ക്. അതെന്ന് പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾ ഹൈക്കമാൻഡാണ്. ദീപാദാസ് മുൻഷി ആരാ? ദീപാദാസ് മുൻഷി അത്ര വലിയ നേതാവൊന്നും ആയിരുന്നില്ല, അവർ പാർട്ടിയിലുണ്ടായിരുന്നു എന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. പ്രിയരഞ്ജൻ ദാസ് മുൻഷി എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ വളരെ ബ്ലൂ വൈറ്റ് ബോയ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു. 72 കാലത്തൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ബംഗാളിൽ നിന്ന്. ബംഗാളിൽ ഇവിടെ അക്കാനിക്കും ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്ന അതേ സ്ഥാനം ബംഗാളിലെ ഈ പ്രിയരഞ്ജൻ ദാസ് മുൻഷിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയരഞ്ജൻ ദാസ് മുൻഷി അഖിലേന്ത്യാ പ്രസിഡൻ്റായി. അന്ന് മുൻഷി അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ അയാളുടെ സീനിയോറിറ്റി ഞാൻ പറയാം. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയാവും ജനറൽ സെക്രട്ടറി ആവുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് കുറേ 1-2 കൊല്ലം സുഖമില്ലാതെ ഇങ്ങനെ കിടന്നു, വെൻറ്റിലേറ്ററിലവർ. എന്നിട്ട് ആൾ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു അങ്ങനെ ചെയ്യുമല്ലോ സാധാരണ ഒരു വലിയൊരു നേതാവ് മരിച്ച ഫാമിലി ഒരാൾ. ഇപ്പോൾ ഉമാ തോമസിനെ ഇവിടെ MLA ആക്കിയില്ലേ, അതുപോലെ പല അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ചാണ്ടി ഉമ്മനെ മത്സരിപ്പിച്ചു, ശബരിനാഥിനെ മത്സരിപ്പിച്ചു, ഒരു പ്രാവശ്യം MLA ആക്കി. അതൊക്കെ ഇങ്ങനെ ഈ എന്തെന്നാ പറയുക, കമ്പാഷനേറ്റ് ഗ്രൗണ്ടിലുള്ള സംഗതികളെന്ന് നമ്മൾ പറയില്ലേ, ആശ്രിത നിയമനം എന്ന് പറയുന്ന പോലെ. അങ്ങനെ വന്ന ഒരാളേ ഉള്ളൂ ദീപാദാസ് മുൻഷി. അവരങ്ങനെ അവർ മെറ്റിൽ തെളിയിച്ചിട്ടുള്ള ഒരു ലീഡറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരിപ്പോൾ ഈ കേരള ചാർജ് എന്നും പറഞ്ഞ ഇവിടെ ഇടയ്ക്ക് വരാൻ തുടങ്ങിയില്ലേ കഴിഞ്ഞൊരു 1.5 കൊല്ലം. അപ്പോഴാണ് ഇവർ പത്രങ്ങളിൽ പോലും ഒരു പേര് വരുന്നത്. അപ്പോൾ ഈ വന്ന ആൾക്കാർ അവർക്ക് വായിക്കാൻ അവരേ ഉള്ളൂ എന്ന്. പിന്നെ ആരാ ഉള്ളത്? പണ്ട് കാലത്ത് സർ കോൺഗ്രസിൽ ഇപ്പോൾ ഈ പറഞ്ഞവരെല്ലാം അവരുടെ നിലപാടുകൾ, അവരുടെ ഒരു പൊസിഷൻ എന്താണെന്നുള്ളത് സാർ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി, ദേശീയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ ഒരാളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സാഹചര്യത്തിലുള്ളൊരു പാർട്ടിയാണ് ഇവിടുന്ന് ജനത ഭരണമേൽപ്പിക്കാൻ തിരഞ്ഞെടുത്തത്. അതെ, അതാണ് കോൺഗ്രസ്സിന് ഈ ക്രൈസിസ് വരുന്നത് ഇന്നും ഇന്നലെയല്ല, കുറേ നാളായി. അതിനിടയ്ക്ക് ആ ക്രൈസിസിന് വേണ്ടി സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ച ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഉപദേശിച്ചിട്ട് എന്താണ്ടായത് നമ്മൾ കണ്ടതാ. ഉണ്ടായിരുന്ന വിലയും കൂടി പോകുന്ന സാഹചര്യം എല്ലാം കൂടെ പോയി. അല്ലാതെ അവർക്ക് അങ്ങനെ അതുകൊണ്ടുകൂടിയല്ലേ ഇപ്പോൾ KC അവിടെ നിന്ന് മാറ്റണം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ. പിന്നെ അതുമല്ല, ഒരു ഹരിയാനയിലെ സീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ എന്തോ കറപ്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞൊരു ആരോപണമുണ്ട്. ശരിയാണോ നമുക്കറിയില്ല. സീറ്റിന് 75 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരാതി ഒരു കേസുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഹരിയാനയിൽ. അതിനെപ്പറ്റി ഒരു കേസുണ്ടെന്ന് ഞാൻ ഇന്നലെ ഏതൊരു പൊളിറ്റിക്കൽ ലീഡർ ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേട്ടതാണ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അലിഗേഷൻ വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് അവർക്ക് ആഗ്രഹം വന്നു. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കോൺഗ്രസ്സിന് 3-4 പേര് കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇന്നിപ്പോൾ അതല്ല. ഈ കുടുംബത്തിൻ്റെ തീരുമാനത്തിനോ അഭിപ്രായത്തിനോ എതിരായിട്ട് പറയുന്ന ആൾക്ക് അവിടെ സ്ഥാനമില്ല.
അപ്പോൾ ചില ഇതിലൊക്കെ പറയില്ലേ, എന്താ പറയുക, എൻ്റെ നേതാവ് ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും നാളെ പറയാൻ പോകുന്നതും ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കെ സി വേണുഗോപാൽ ഇത്രയും നടന്നത്. കുറച്ച് ഉപദേശം കൊടുത്തു, അങ്ങനെ അവരൊരു വഴിക്കാക്കി കൊടുത്തു. അവരല്ലാതെ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയ ആൾക്കാരില്ല. ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കൊക്കെ എന്താ പറയുക, പൊളിറ്റിക്സ് 23-ാം തീയതി വരെ എന്നുള്ളൊരു ക്രൂഷ്യൽ സ്റ്റേജ് വെച്ചത് കൊണ്ട് എന്താണ് സംഭവിക്കുക? ഇപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അഴുക്ക് പടരും, കൂടുതലാകും എന്നുള്ളതല്ലാതെ. ടൈം ബൈയിങ് എന്ന് പറയും, സമയം മേടിക്കുക. ടൈം ബൈയിങ് ആണ് നടന്നത്. അപ്പം ടൈം ബൈയിങ്ങിനിടയ്ക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് അവർ നോക്കും. സതീശൻ പുറത്തേക്ക് പോകും. ഈ മുസ്ലിം ലീഗ് കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ സതീശന് കളയാൻ പറ്റില്ല. മുസ്ലിം ലീഗ് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാൻഡിഡേറ്റ് സതീശനാണെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് അതനുസരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ സാധ്യത കെ സി വേണുഗോപാലിനാണ്. അപ്പോൾ സതീശൻ അങ്ങനെയെങ്കിലും അവിടെ നിൽക്കാൻ സാധ്യതയാണ്. സതീശൻ പറയുന്നത് ഞാനൊന്നിലും ഇല്ലാതെ നിൽക്കുമെന്നാണ്. അപ്പോൾ കുറച്ചാളിങ്ങനെ ഒറ്റയാനായിട്ട് നിൽക്കുമായിരിക്കും. പിന്നെ പൊളിറ്റിക്സ് അല്ലേ, കുറേ നാൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ പറയണം AICCയുടെ ജനറൽ സെക്രട്ടറി, 5 സംസ്ഥാനങ്ങളുടെ ചുമതല, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം. പക്ഷെ ഇത്രയും വെള്ളം കോരിയ സതീശൻ അതുകൊണ്ട് തൃപ്തനാവുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാലും നിൽക്കലാണ് എല്ലാവരും ആഗ്രഹിക്കുക. പോകാൻ അല്ലെങ്കിൽ അയാൾക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അയാൾ MLA ആയിരിക്കുന്നത് കൊണ്ട് സബ്സ്റ്റാൻഷ്യൽ ആയുള്ളൊരു നമ്പർ തന്നെ കൂടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും പാർട്ടി ചേരാം. BJPയിലോ വേണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ചിന്തിക്കാവുന്നൊരു ഓപ്ഷനാണത്. അല്ലെങ്കിൽ ഒരു വേറെ പാർട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ AK ആൻ്റണി 1981 ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയില്ലേ, കോൺഗ്രസ് A എന്ന് പറഞ്ഞിട്ട്. ശരത് പവാറായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നു. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ തുടരുന്നതിനെ പറ്റി അഭിപ്രായ വ്യത്യാസം വന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പോകുമെന്ന് ആൻ്റണി ഉറപ്പിച്ചു പറഞ്ഞു, ഉമ്മൻചാണ്ടി അവർക്ക് ഉറപ്പിച്ചു പറഞ്ഞു. ശരത് പവാർ പറഞ്ഞു എന്ത് സഹിച്ചാലും നിൽക്കണമെന്ന് പറഞ്ഞു, ചവിട്ടാ തൊഴി എന്തായാലും സഹിച്ചാലും നിന്നോളണമെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേക പ്രാദേശിക പാർട്ടിയായി. അപ്പോൾ അവരൊരു പ്രാദേശിക പാർട്ടിയായാലും ആൻ്റണി, ഉമ്മൻചാണ്ടി, സുധീരനൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരു ശക്തി തന്നെയാണ്. ഇന്നിപ്പോൾ സതീശന് അങ്ങനെ ശക്തരായ ആൾക്കാരൊന്നും ഇല്ല. നിൽക്കുകയാണെങ്കിൽ സതീശൻ തന്നെ നയിക്കേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് പാർട്ടി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുന്നതിൻ്റെ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ആ സമയത്ത് സബ്സ്റ്റാൻഷ്യൽ നമ്പർ MLA കൊണ്ടുപോകാൻ സാധിക്കണം കൂടെ. ആൻറ്റി ഡിഫെക്ഷൻ നിയമത്തിൽ കുറുമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽ വരാതെ. അതല്ലാതെ സതീശന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.